السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. വൈജ്ഞാനിക ലോകത്ത് നഭോമണ്ഡലത്തിൽ ഇതിഹാസമായിരുന്ന ഈ ശരീഅത്തിന്റെ വിജ്ഞാന ലോകത്തിന്റെ കെട്ടുറപ്പും കോട്ടയുമായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വഫാത്തായ ദിനമാണ് ഇന്ന്. അതുകൊണ്ട് സാന്ദർഭികമായ ഓർമ്മപ്പെടുത്തൽ സ്വാഭാവികമായതുപോലെ ഇന്ന് അവരെക്കുറിച്ച് രണ്ട് വാക്കാണ് ഉദ്ദേശിക്കുന്നത്. 8-ാം വയസ്സിൽ ഹബീബിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന മഹാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ത്വാലിബ് അവരെ നോക്കി വളർത്തിയതിന്റെ പ്രത്യുപകാരമായി അബൂ ത്വാലിബ് എന്നവരുടെ ഒരു മകനെ ഹബീബിന് സാമ്പത്തിക ശേഷി ഉണ്ടായപ്പോൾ ഏറ്റെടുത്ത് നോക്കി വളർത്തി വലുതാക്കിയ, വളരെ ചെറുപ്പത്തിലെ ഹബീബിന്റെ സഹവാസം കിട്ടിയ മഹാനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പിന്നെ വലിയ പണ്ഡിതനായി എന്ന് മാത്രമല്ല, അന മദീനത്തുൽ ഇൽമി വാലിയും ബാബുഹ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അവസ്ഥയിലേക്ക് അവർ ഉയർന്നു. ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്കുള്ള ഗേറ്റ് അലിയാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞു. ലാ ഫതൻ ഇല്ല അലിയൻ വലാ സൈഫുൻ ഇല്ലാ ദുൽഫുഖാർ. ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞായിട്ട് കാണാം. യാ അലി അൻത ഹയ്യും ഫീ ദാരിദ് ദുനിയ ഫീ ദാരിൽ ഖറാർ. അങ്ങനെ ഒരുപാട് അവരെ നേരെ വിളിച്ചുകൊണ്ട് പറഞ്ഞായിട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനായിരുന്നു, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹിജ്റ 40-ാം വർഷത്തിൽ റമദാനിന്റെ 17-ന്റെ വെള്ളിയാഴ്ച രാത്രി സമയത്താണ് അവർക്ക് വെട്ടുകൊണ്ടത്. വെട്ടിയത് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന ഇസ്ലാമിലെ അവാന്തര വിഭാഗത്തിലെ പഴച്ച മനുഷ്യനാണ്. അവർക്ക് അലിയാരോട് വലിയ വിരോധമായിരുന്നു. അതുകൊണ്ട് 3 ആളുകളെ കൊന്നാലേ അവരുടെ ദൗത്യം പൂർത്തിയാവോ എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. 1 അലി ഇബ്നു അബീ ത്വാലിബ്, 2 മുആവിയ റളിയല്ലാഹു അൻഹു, 3 അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. 3 ആളുകളെയും വധിക്കാൻ അവർ 3 കൊലയാളികളെ അതിനുവേണ്ടി പരിശീലിപ്പിച്ച് സജ്ജരാക്കിയ കൂട്ടത്തിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. അയാള് 40 ദിവസത്തോളം അതിനുവേണ്ടി പ്രത്യേകമായി വാള് കരുതുകയും എല്ലാ ദിവസവും മൂർച്ച കൂട്ടുകയും എല്ലാ ദിവസവും അതിന് വിഷം പുരട്ടുകയും ചെയ്തിരുന്നു എന്ന് അയാൾ തന്നെ പറഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബ് കൂഫയിലായിരുന്നു. ഇയാള് നേരത്തെ കിട്ടിയ പരിശീലനവും ആസൂത്രിതമായ രീതിയിൽ കൂഫയിലെത്തുകയും ചരിത്രം പറയുന്ന അവിടെ എത്തിയപ്പോൾ ഒരു സുന്ദരി പെണ്ണിനെ കണ്ടു. അപ്പോ ആ പെൺകുട്ടിയിൽ വീണു, കല്യാണം കഴിക്കണമെന്നായി. ആ പെൺകുട്ടി കല്യാണം കഴിക്കാനുള്ള കണ്ടീഷൻസ് ആയിട്ട് വെച്ച 3 കാര്യം: 1, 3000 റുപ്യ മഹറായി തരണം, 1000 ദീനാർ മഹറായി തരണം എന്നതും. 2, ഒരു ഖദ്ദാമയെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ സേവനത്തിനൊരു പെണ്ണിനെ വെച്ചു കൊടുക്കണമെന്നും. അതിൽ പ്രധാനമായി 3-മതായി പറഞ്ഞത് അലിയാരെ കൊല്ലണമെന്നാണ്. ഇയാള് വന്നതന്നെ അതിനാണ്. ഈ 3 നിബന്ധനകൾ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ എന്നെ കെട്ടിക്കൊള്ളിന്നാ. മഹറിന്റെ പൈസ അപ്പം തന്നെ കൊടുത്തു, ഖദ്ദാബിന് വെച്ചു കൊടുത്തു. മറ്റേത് അയാൾ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നതന്നെ അതിനെ തട്ടാനാണ്, അതെനിക്ക് വിഷയമല്ല, ഞാൻ തട്ടിക്കോളാം. ആ രീതിയിലാണ് കല്യാണം കഴിക്കുന്നത്. ആ ഏരിയയിലുള്ള ഏറ്റവും സുന്ദരി പെണ്ണിനെ കല്യാണം കഴിച്ചത് ഈ 3 നിബന്ധനയോട് കൂടി. അപ്പൊ ഇടക്കിടക്ക് പെണ്ണ് പറയും, അനെ അലിയാരോട് വിരോധം കത്തിക്കണ ഈ ഖവാരിജി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അലിയാരോട് ഭയങ്കര വിരോധമുള്ള ആളുകളാണ്. ഈ പെണ്ണ് മണിയറയിൽ തന്നെ പറഞ്ഞത് അലിയാരെ കൊല്ലണേ എന്നാണ് ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ആ ദിവസം നിശ്ചയിച്ചതുപോലെ വാളൂരി അതിൽ വിഷം പുരട്ടി പാതിരാവിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അലിയാര് വരുന്ന ഏരിയയും വരുന്ന രീതിയൊക്കെ ഇയാൾക്ക് നല്ലോണം അറിയാം. ആ വരുന്ന സ്ഥലത്ത് പതിയിരുന്നു.
വലിയാരിങ്ങനെ വരണേ കണ്ടു. വരുമ്പോ അലിയാർ എപ്പോഴും അസ്സല 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 എന്ന് പറഞ്ഞിട്ടാ വരിക. അസ്സല 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 അസ്സല, ആൾക്കാരെ ഉണർത്താൻ വേണ്ടിട്ട് അങ്ങനെ പറയാം. ഇന്നും അറബികൾക്ക് ആ സ്വഭാവമുണ്ട്. മക്ക മദീന പള്ളിയിലേക്ക് പോകുമ്പോ ഗൾഫിലൊക്കെ അങ്ങനെ ഉണ്ട്. അസ്സല സ്വല സ്വല, ഇത് അവിടുന്ന് തുടങ്ങിയതാണ് അസ്സല. അല്ല ഹബീബാ സല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്ത് അങ്ങനെ പറയണമെന്നൊന്നും ഹദീസ് പറഞ്ഞിട്ടില്ല. അലിയാരുടെ സ്വഭാവമായിരുന്നു സ്വല 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 എന്ന് പറയും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വരണേ ഇയാള് കണ്ടു. പള്ളിന്റെ ഉള്ളിലേക്ക് കേറുന്ന സമയത്ത് എടുത്ത് ചാടിയിട്ട് തലക്കൊരറ്റ വിട്ടുകൊടുത്തു. അലിയാരുടെ തല പൊളിഞ്ഞു. അത് പരിശുദ്ധമായ റമളാനിന്റെ 17 രക്തം വാർന്നൊഴുകി. താടിരോമങ്ങൾ മൊത്തം ചുവപ്പ് കളറായി. ആ സമയത്ത് രക്തം വാർന്നൊഴുകി കഠോരമായ വേദനയ്ക്ക് പാത്രീഭവിക്കുന്ന അലിയാര് ആ സമയത്ത് ബേജാറും വെപ്രാളം പറഞ്ഞത് സുബഹിസ്കാരത്തിന്റെ കാര്യമാണ്. സുബഹിസ്കാരത്തിന്റെ കാര്യത്തിലാണ് ബേജാറ് പറഞ്ഞത്. ആ അവസ്ഥയിൽ തന്നെ മറ്റൊരാളെ ഇമാമായിട്ട് നിശ്ചയിച്ചു. ഹസനുണ്ട്, ഹുസൈനുണ്ട് റളിയല്ലാഹു തആല അൻഹുമാ. കുടുംബത്തിൽ പലരുണ്ട്. അലിയാർ ഉടനെങ്ങനെ പറയുന്നുണ്ട്, എന്നെ വെട്ടിയ കൊലയാളിയെ പിടിക്കെന്ന് പറയുന്നു. ആളുകൾ സംഘടിച്ചു അബ്ദുറഹ്മാൻ ഇബ്നു മുൽജീനെ പിടിച്ചു. അലിയാർ ചോദിച്ചു, ഞാൻ നിന്നോട് എന്താണ് ചെയ്തത്? നീ എന്നെ വിട്ടാൻ മാത്രം ഞാൻ നിന്നോട് എന്ത് അനീതിയാണ് ചെയ്തത്? എന്ത് അക്രമമാണ് ചെയ്തത്? നിനക്ക് ഞാൻ പല സമയത്തും സഹായം ചെയ്തു തന്നിട്ടില്ലേ? നിന്നെ പല വിഷയത്തിൽ നിന്നും ഞാൻ ഒഴിവാക്കി തന്നിട്ടില്ലേ? നിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ലക്ഷണക്കേട് വന്നപ്പോഴും ഞാൻ നിന്നെ കൃത്യമായി ശിക്ഷിക്കാതെ ഇളവ് വന്നിട്ടില്ലേ? എന്തിനാണ് നീ എന്നെ വെട്ടിയതെന്ന് വെച്ചു. അപ്പൊ ഇവൻ പറയാണ്, ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന ഏറ്റവും ഷർറായ മനുഷ്യനെ കൊല്ലണം എന്ന് നേർച്ചാക്കിയിട്ടാണ് ഈ വാള് കൊണ്ടടക്കുന്നത്. അതാണ് ഞാൻ പാറ്റിയത്. ഉടനെ അലിയാര് പറഞ്ഞു, വൈഹക്, നീ പറഞ്ഞത് തെറ്റാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം എന്റെ കവിളും എന്റെ ഈ താടിയും പിടിച്ചുകൊണ്ട് എന്നോടൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, അലിയേ, ഈ ഭൂമിയിലുള്ള ഏറ്റവും മോശപ്പെട്ട മനുഷ്യനെ നിനക്കറിയുമോ? ഈ ഭൂമിയിൽ മുൻഗാമികളിൽ നിന്ന് ഏറ്റവും ഷർറായ മനുഷ്യൻ ആരാണെന്ന് നിനക്കറിയുമോ? ഞാൻ ചോദിച്ചു, ഇല്ല യാ റസൂലല്ലാഹ്. അപ്പോൾ മുസ്തഫ നബി പറഞ്ഞു, അത് സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ കൊന്ന കൊലയാളിയാണ്. സ്വാലിഹ് നബിന്റെ ഒരു മോചത്തിന്റെ ഒട്ടകമുണ്ട്, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഫഅഖറുഹാ ഫദംദമ അലൈഹിം റബ്ബുഹും ബിദംബിഹിം. ആ ഭാഗം അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആ സ്വാലിഹ് നബിന്റെ മോചത്തിന്റെ ഒട്ടകത്തിനെ അറുത്ത ആളാണ് മുൻഗാമികളിൽ ഏറ്റവും ഷർറായ മനുഷ്യൻ. എന്നാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ഷർറായ മനുഷ്യൻ അലിയേ, നിന്റെ തലക്ക് വെട്ടിയിട്ട് കൊല്ലുന്നവനാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഞാനല്ല, നീ ആ പറഞ്ഞത് നീ തന്നെയാണെന്ന് എന്റെ ഹബീബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അലിയാര് പറഞ്ഞു, ഫൈദാ അനമിത്തു, ഓ കൂട്ടുകാരെ, ഈ വെട്ടിൽ ഞാൻ അങ്ങ് മരിച്ചാൽ ഫഖ്തുലൂഹു, നിങ്ങൾ അവനെ കൊല്ലണേ. കാരണം കൊലക്ക് കൊല, ഇത് രാജാവാണ്, ഭരണം നടപ്പിലാക്കണം. കൊലക്ക് കൊല, ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ കൊല്ലരുതേ എന്ന് പറഞ്ഞു. ഞാൻ മരിച്ചാൽ അദ്ദേഹത്തിനും കൊല്ലണം, കാരണം കൊലക്ക് കൊല. വൈൻ ഇഷ്തു, ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫൈനി ആലം മാതാ അസ്നൗബി, ഓൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള എനിക്കറിയാം, നിങ്ങൾ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ മരിച്ചാൽ നിങ്ങൾ കൊല്ലണമെന്ന് പറഞ്ഞു. യാ അല്ലാഹ്, ആ നിയമം അപ്പോഴും പറഞ്ഞേ, കൊല്ലുകയാണെങ്കിൽ തന്നെ ഒറ്റ വെട്ടിനെ കൊല്ലണം, ശരീരത്തിന് വികൃതമാക്കരുത്, ദീനിന്റെ നിയമങ്ങളും നീതിയും നടപ്പിലാക്കണം എന്നൊക്കെ ആ സമയത്ത് ചോരങ്ങനെ ഒലിക്കുമ്പോഴതൊക്കെ പറയുന്നത്. അവസാനം എല്ലാവരും കൂടി താങ്ങിക്കൊണ്ടുപോവുകയാണ്. ഹസനെയും ഹുസൈനെയും അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് അലിയാര് കരയുകയാണ്, മക്കളെ, ചെറുപ്പത്തിലെ നിങ്ങളെ തനിച്ചാക്കി എന്റെ ഭാര്യ, നിങ്ങളുടെ ഉമ്മ ഫാത്തിമ കടന്നുപോയി. ഇനി ഞാനും പിരിയുകയാണ്. അള്ളാനെ മറക്കരുതേ, തഖ്വ കൈയൊഴിക്കരുതേ, ദുനിയാവിന്റെ പിന്നാലെ പാഞ്ഞു പോകരുതേ, അക്രമികളാകരുതേ, ആളുകൾക്ക് മാപ്പ് കൊടുക്കണേ, പാവങ്ങളെ സഹായിക്കണേ, പടച്ചവനോർത്തുകൊണ്ട് കരയണേ, നിസ്കാരത്തിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണേ, നാട്ടിലുള്ള കുഴപ്പങ്ങളിൽ പങ്കെടുക്കരുതേ, ഉപ്പാന്റെ കുട്ടികൾ മുത്തഖീങ്ങളാകണേ. വെട്ടുകൊണ്ടിട്ട് തല പൊളിഞ്ഞിട്ട് രക്തം പമ്പ് ചെയ്യുമ്പോ ഈ രക്തത്തിന്റെ വേദനകൾക്കിടയിൽ വാപ്പ മക്കളോട് കൊടുക്കുന്ന ഉപദേശമാണ്.
വാപ്പ മക്കളോട് കൊടുത്ത ഉപദേശമാണ്. അങ്ങനെ പിന്നെ ദീനിയായ വസിയത്തുകൾ തന്നെ അവസാനം അവര് പരിശുദ്ധമായ റമദാനിന്റെ 17 വെട്ടുകൊണ്ടു. തല പൊളിഞ്ഞെന്നാണ്, പക്ഷെ വഫാത്തായില്ല. രക്തം കൊണ്ട് ഒലിച്ചിട്ട് താടി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ താടി ഇങ്ങനെ പിടിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ട്, അലിയെ നിന്റെ ഈ താടി രോമങ്ങളിലൂടെ രക്തം ഉറ്റി 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 വീഴുന്നൊരു സമയം വരാനുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ സമയമാണ് വന്നിട്ടുള്ളത്. 17 കഴിഞ്ഞു, 18 കഴിഞ്ഞു, 19 കഴിഞ്ഞു. എന്തായിരിക്കും അപ്പോൾ അവരുടെ കഠിനമായ വേദന? 20-നാണോ 21-നാണോ? 21 എന്ന പ്രസിദ്ധമായ അഭിപ്രായമനുസരിച്ച് അവർ ഇന്നത്തെ ദിവസമാണ് വഫാത്തായത്. അല്ലാഹു അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹു അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാതയിൽ സുന്നത്തിന്റെ വക്താക്കൾ പ്രയോക്താക്കളായി ജീവിക്കാൻ നമുക്ക് അല്ലാഹു അവസരം പ്രദാനം ചെയ്യട്ടെ. ദീൻ എന്ന് പറഞ്ഞാൽ ഈ ചോരിന്ന് വന്നത് അവരുടെ മോഹൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയില് അറുക്കപ്പെട്ട ആളല്ലേ. 4 ഖുലഫാക്കളെ നോക്കണം നിങ്ങൾ. ആരാ മര്യാദക്ക് ഉണ്ടായത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംഗതി പനിയാണെങ്കിലും അവർക്കും ഷഹാദത്തിന്റെ കൂലിക്ക് വകുപ്പുണ്ട്. ഉമറുൽ ഫാറൂഖും അങ്ങനെ തന്നെയല്ലേ, കൊല ചെയ്യപ്പെട്ടതല്ലേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴുത്തിന് വെട്ടിട്ടിയത്. ഖുർആൻ ഓതുന്ന സമയത്ത് കഴുത്തിന് വെട്ടിട്ടി. താടിമക്കൂടെ രക്തം പമ്പ് ചെയ്തിട്ട് മുസാഫ് കിറ്റി. ഐറ്റ്യ സ്ഥലം പോലും മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫസയക്ക് ഫീഖഹുമുല്ലാഹ് ആയത്തിന് അവിടെയാണ് രക്തേറ്റിയത്. ആ ഖുർആൻ എന്ന മ്യൂസിയത്തിലുണ്ട് രക്തേറ്റിയ ഖുർആൻ. അലി ഇബ്നു അബീ ത്വാലിബ് ഒക്കെ ദീനെന്ന് പറഞ്ഞതാണ്. ഒരു സുഖം ഇസ്തിരി ചൊല്ലിയാത്ത പരിപാടിയല്ലത്, ഇസ്തിരി ചൊല്ലിയണ പരിപാടി. ദീനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതിലൊന്നും തളരരുത്. അതിൽ തളർന്നാ പോയി. തുബാലിൽ ഖുറബാ, അങ്ങനെയല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബദഅ അൽ ഇസ്ലാമു ഗരീബാ ഫസയഊദു കമാ ബദഅ ഫതുബാലിൽ ഖുറബാ. ഇസ്ലാം വന്നത് വിദേശിയെ പോലെയാ. വിദേശിയാകുമ്പോ എന്താ, ഇപ്പോൾ ഒരു വിദേശി ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ആളെ നോക്കും, ജെവിടുതാ എന്തേ. അങ്ങനെയാണ് ഒരാൾ പോയി ഇസ്ലാമേറ്റ് കൊണ്ട് വരും, ആൾക്കാരെ കൂടി എന്താ അങ്ങനെ വന്നത്. ഇനി ആ അവസാനിക്കലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് മര്യാദക്ക് താടി നൊപ്പിയിട്ടിട്ടൊന്ന് കല്യാണത്തിന് പോയോക്കാണ്. എല്ലാവരും കൂടി ഇങ്ങനെ വരട്ട് നോക്കും. അതുകൊണ്ടല്ല കുറച്ച് ഈമാനും തുടിപ്പുള്ള ചെറുപ്പക്കാരനെ തൊപ്പിയിട്ടുങ്ങാണ്ടൊക്കെ പള്ളിക്ക് വരികയാണെങ്കിലും പെണ്ണുങ്ങളെ അവിടെത്തിയുള്ള ഗേറ്റിന്റെ അവിടത്തെ എടുത്ത് ഒഴിവാക്കുമല്ലോ. അതിപ്പോ തെറ്റാണെന്നൊന്നല്ല. ടബോലൊക്കെ ഇട്ടിട്ട് പള്ളിക്ക് വരികയാണെങ്കിലും അമ്മായിക്കാക്കാനെ കണ്ടെടുത്ത് ഒഴിവാക്കും. കാരണം എന്താ, ഗരീബാണ്, വിദേശിയാണ്. ഇതൊക്കെ ഇട്ട് നടക്കുമ്പോ ഒരു ബോറാണ്. അപ്പൊ അതൊക്കെ ഇട്ട് നിസ്കാര സമയത്ത് ഇടുക, ഒഴിവാക്കുക. അത് ഇതന്നെ പറയണേ. അപ്പൊ ഹബീബാ നബി പറഞ്ഞിട്ടുണ്ട് ഫതുബാലിൽ ഖുറബാ. അന്ന് ആ വിദേശികൾക്കാണ് സകല മംഗളവും. അതെ, ഏത് കാലാണെങ്കിലും ദീൻ പ്രാക്ടീസ് ചെയ്യുക. ഞെരിയാണ് മേൽക്ക് തുണി, പാൻ്റാണെങ്കിൽ കയറ്റി വെക്കുക. അതിന് നമ്മൾ നിസ്കരിക്കാൻ കയറ്റി വെക്കുക, പിന്നെ എളാപ്പാന കടുമ്പോ താത്ത, അങ്ങനെ ചെയ്യരുത്. എപ്പോഴും കയറ്റി വെക്കുക. ഫതുബാലിൽ ഖുറബാ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. പടച്ചോനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ കബൂലാക്കണേ അല്ലാഹ്. ദീർഘമായി പറയണമെന്നുണ്ടായിരുന്നു. ചിലപ്പം ചരിത്രത്തിലേക്ക് ആഴത്ത് പോകുമ്പോൾ വികാരം കൊണ്ട് പറയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായി. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെ തന്നെയാണ് നമ്മളെ പരിപാടി. ഇവിടെ വിധാരിമിന്ന ഗേറ്റിന്റെ അവിടെയാണ്. അപ്പോൾ ബാക്കി ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ വെച്ച് പറയാം. അസറിന്റെ ശേഷം വേണമെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കിട്ടാം. കാരണം എനിക്കിപ്പോ ഉണ്ടല്ലോ ഇങ്ങനെ ചിന്തിച്ചാൽ ഇങ്ങനെ അയക്കാണ്ട് പോവാം. അപ്പൊ വല്ലാതാണ് പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹു ഒരു ബർക്കത്തോണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല തീർത്തേറ്റെ. നമുക്ക് ഈമാനിന്റെ പ്രകാശം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. തഖ്വയുടെ ഇന്ധനം അല്ലാഹു നിറച്ചേറ്റെ. അല്ലാഹു ഇത്തഖിന്റെ പട്ടികയിൽ നമ്മളെ പെടുത്തട്ടെ. അല്ലാഹു ആഖിർ സമാനിൽ
അവൻ ഏറ്റെടുത്ത വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. എല്ലാവിധ പ്രശ്നങ്ങളിലും സങ്കീർണതകളിലും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അസഹ്യ പരീക്ഷണങ്ങളിൽ നിന്നും വേദന രോധനകളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പ്രവാസികൾ അടക്കേണ്ട എല്ലാ നിരപരാധികളെയും അള്ളാഹു സംരക്ഷിക്കട്ടെ. അഹങ്കാരികൾ അള്ളാഹു പാഠം പഠിപ്പിക്കട്ടെ. അള്ളാഹു മൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത് സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് ഇജ്അൽനാ മിൻ ഖയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി. മിനിഞ്ഞാന്ന് വഫാത്തായ ആയിഷ ആമിന എന്ന സഹോദരി, അള്ളാഹു തആല അവർക്ക് ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. അള്ളാഹു ഖബർ വിശാലായി കൊടുക്കട്ടെ. അതുപോലെ അബൂബക്കർ ഖാൻ അമ്മ റമളാൻ 20-നാണ് 13 കൊല്ലം മുമ്പ് വഫാത്തായത്. അവർ ഇന്നലെ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാക്ക് ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാന്റെ ഖബറിൽ പ്രകാശം പരത്തട്ടെ. അള്ളാഹു നമ്മളെ മാതാപിതാക്കൾക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തിനും അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. വളരെ ഇളയമ്മാന്റെ സാഹചര്യം വളരെ മോശമാണെന്ന് മിണ്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സഹോദരൻ ദ്വാരക്കം പറഞ്ഞു. അള്ളാഹു തആല അവർക്ക് സലാമത്ത് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. السلام عليكم.